നമ്മളൊന്ന് അടുത്ത സെറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി പ്രിയാമ്പിൾ, യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി, അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇതിൻ്റെ എല്ലാം എന്താണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എഴുതാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DPSP അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന ഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ: In which part of the Indian Constitution is directive principles of state policy are mentioned? അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് പാർട്ടിലാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം പാർട്ട് 4 ആണ്. കാരണം പാർട്ട് 1 എന്താണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? പാർട്ട് 1 യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി, പാർട്ട് 2 സിറ്റിസൺഷിപ്പ്, പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, പാർട്ട് 4 എന്തിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ള ആശയത്തെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? ആൻസർ സി, പാർട്ട് 4 ആണ് അതിൻ്റെ ഉത്തരം. അടുത്തത്: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് എബൌട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി? ഈ തന്നിരിക്കുന്ന സെൻറ്റൻസുകളിൽ ഏത് സെൻറ്റൻസ് ആണ് എന്താണ് സ്റ്റേറ്റ് പോളിസി ആയിട്ട് മാച്ച് ആവാത്ത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സെൻറ്റൻസ്: ഇഫ് എ സ്റ്റേറ്റ് ഡസ് നോട്ട് അപ്ലൈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ദെൻ എ കേസ് മേ ഫിൽഡ് അഗെയിൻസ്റ്റ് ഇൻ ദ കോർട്ട്. സെക്കൻഡ്: Gandhism is also an element directive principles of state policy. Principles have been taken from the Constitution of Ireland. These principles are not binding on the state. ഈ സെൻറ്റൻസുകൾ വായിച്ചാൽ തന്നെ നമുക്കറിയാം ഇതിലെ കൃത്യമായ ഉത്തരം എന്താണുള്ളത്. അതായത് ഈ സെൻറ്റൻസുകൾ എന്താണ് സ്റ്റേറ്റിനെ ബൈൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പിൾസ് സ്റ്റേറ്റ് തീർച്ചയായിട്ടും പാലിക്കണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്താണ്? ഒരു പുതിയ നിയമം ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യുക? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നോക്കുക, എന്നിട്ട് ഉണ്ടാക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ നിയമങ്ങളും എന്താണ് പെട്ടെന്ന് തന്നെ നടപ്പിലാക്കേണ്ട നിയമങ്ങളല്ല, അത് വളരെ സമയമെടുത്ത് നടപ്പിലാക്കേണ്ട നിയമങ്ങളാണ്. ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ ഈ നാലാമത്തെ സെൻറ്റൻസ് എന്താണ്? ശരിയാണ്. കാരണം എന്താണ്? അത് സ്റ്റേറ്റിനെ ബൈൻഡ് ചെയ്യുന്നില്ല. പ്രിൻസിപ്പിൾസ് ഹാവ് ബീൻ ടേക്കൺ ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അയർലാൻഡ്, അതും ശരിയാണ്. അയർലാൻഡിൽ നിന്നാണ് നമ്മൾ കടമെടുത്തേണ്ടത്. Gandhism is also an element of directive principles of state policy. സ്റ്റേറ്റ് പോളിസിയിൽ എന്തിനെ കുറിച്ച് പറയുന്നുണ്ട്? ഗാന്ധിസത്തെ അല്ലെങ്കിൽ ഗാന്ധിയൻ സോഷ്യലിസത്തെ കുറിച്ചുള്ള ആശയങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എവിടെ ഉണ്ട്? DPSPയിലുണ്ട്. അപ്പോൾ എന്താണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, ബിയും ശരിയാണ്. ഇനി എ: ഇഫ് എ സ്റ്റേറ്റ് ഡസ് നോട്ട് അപ്ലൈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ദെൻ എ കേസ് മേ ബി ഫിൽഡ് അഗെയിൻസ്റ്റ് ദ കോർട്ട്. തെറ്റാണ്. കാരണം എന്താണ്? ഒരു സ്റ്റേറ്റ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉള്ള ഒരു കാര്യം അനുസരിച്ചില്ലെങ്കിൽ ഒരിക്കലും എന്താണ് നമുക്ക് കോടതിയെ സമീപിക്കാനോ കേസ് ഫയൽ ചെയ്യാനോ കഴിയില്ല. ഉദാഹരണമായിട്ട് ഏകീകൃത സിവിൽ കോഡ് ഇതുവരെ ഇന്ത്യയിൽ വന്നിട്ടില്ല. ഇനി അത് വരണം എന്ന് പറഞ്ഞ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് എന്തിനെ കേസ് എടുക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് കോടതിയിൽ കേസ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ എന്താണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ഉത്തരം എന്താണ്? ആൻസർ എ ആണ് അതിൻ്റെ ഉത്തരം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് സ്പെഷ്യാലിറ്റി ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി? ഇത് ഈ തന്നിരിക്കുന്ന സെൻറ്റൻസുകളിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ സ്പെഷ്യാലിറ്റി അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. These are constitutional directive for the state legislative, executive and administrative matters. അത് ശരിയാണ്. കാരണം എന്താണ്? ലെജിസ്ലേറ്റീവിന് നിയമം ഉണ്ടാക്കുമ്പോൾ, എക്സിക്യൂട്ടീവുകൾ നിയമം പാലിക്കാൻ പറയുമ്പോൾ, അഡ്മിനിസ്ട്രേറ്റേഴ്സ് അതിനെ നോക്കി നടത്തുമ്പോഴൊക്കെ എന്താണ്
ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ നോക്കാം എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് ആവേണ്ടത് എന്ന് ഇതിൽ പറയുന്നുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു നിയമം വരുമ്പോൾ അതിൻ്റെ സാധ്യതകളെ കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്നുണ്ട്. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഒന്നാമത്തെ സെൻറ്റൻസ് എന്താണ്? ശരിയാണ്. The directive principles are similar to the instruction outlined in the Government of India Act 1935. അതെന്താണ്? അതും ശരിയാണ്. ഏകദേശം എന്താണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ പറയുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് ഏതിലും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലും. എല്ലാം അങ്ങനെയാണ് എന്നല്ല പറയുന്നത്, കുറച്ച് എന്താണ് സിമിലാരിറ്റീസ് ഉണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ബൈ ദ കോർട്ട് ഇൻ എ കേസ് ഓഫ് ദയർ വയലേഷൻ. ഇത് തെറ്റാണ്. കാരണം എന്താണ്? കോർട്ടിന് ഒരിക്കലും ഒരു DPSP എന്താണ് നിലവിൽ കൊണ്ടുവരാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരു നിയമം നിലവിൽ കൊണ്ടുവരാൻ കോർട്ടിന് കഴിയില്ല. കാരണം നിയമങ്ങൾ ഉണ്ടാക്കുന്നത് പാർലമെൻറ്റിലാണ്. ആ നിയമങ്ങൾ തെറ്റാണെങ്കിൽ സ്ട്രക്ക് ഡൗൺ ചെയ്യാൻ, നിർത്തലാക്കാനാണ് കോർട്ടിന് കഴിയുള്ളൂ. ഇപ്പോൾ ഒരു നിയമം നടപ്പിലാക്കാൻ, അല്ലെങ്കിൽ ഒരു നിയമം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആർക്ക് കഴിയില്ല? കോർട്ടിന് കഴിയില്ല. ഈ DPSPയിൽ പറയുന്നതൊന്നും നിയമങ്ങളല്ല, വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് നമുക്ക് നിയമം എന്ന് വിളിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ. ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ചെയ്യണമെങ്കിൽ അതെന്താണ്? 2 സഭകളിലും ബില്ല് പാസ്സായി അങ്ങനെയൊക്കെ വേണം. അപ്പോൾ അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നാളെ കോടതി വിചാരിക്കുകയാണ് ഇതങ്ങോട്ട് യൂണിയറി സിവിൽ കോഡ് അങ്ങോട്ട് കൊണ്ടുവന്നേക്കാം. നടക്കില്ല. ഏകീകൃത സിവിൽ കോഡ് എന്ത് ചെയ്യാൻ പറ്റില്ല? കൊണ്ടുവരാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്താണ്? ദീസ് ആർ മെയ്ഡ് ദ ക്രിയേഷൻ ഓഫ് പബ്ലിക് വെൽഫെയർ സ്റ്റേറ്റ്. തീർച്ചയായിട്ടും എന്തിനാണ്? ഒരു പബ്ലിക് വെൽഫെയർ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? DPSP ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഉത്തരം C ആണ്. C ആണ് ഇതിൽ തെറ്റായി തന്നിരിക്കുന്ന നമ്മുടെ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്? C ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ആൻസർ C ആണ്. The directive principles have been taken from കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഡാഷ്. അത് നമ്മൾ നേരത്തെ തന്നെ ഒരു സെൻറ്റൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്? ഏതാണ്? അയർലാൻഡാണ് അതിൻ്റെ ഉത്തരം. ആൻസർ D ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട് ഈസ് കവേർഡ് അണ്ടർ ദ എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി? ഈ തന്നിരിക്കുന്നതിലെ ആക്ടുകളിൽ ഏതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ അതായത് എലമെൻറ്റ്സ് ഉള്ളത്? ഒന്ന് ഗാന്ധിയൻ സോഷ്യലിസം. ഗാന്ധിയൻ സോഷ്യലിസം എന്ന് പറഞ്ഞൊരു ആക്ട് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും എന്താണ്? ഗാന്ധിയൻ സോഷ്യലിസം എന്നുള്ള ഒരു എലമെൻ്റ് എടുത്തിട്ട് നമ്മൾ ഒരുപാട് ആക്ടുകൾ നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടാമത്തെ, ആൾ സിറ്റിസൺസ് ഹാവ് ദ റൈറ്റ് ടു ഗെറ്റ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലൈവ്ലിഹുഡ്. അതായത് എന്താണ്? എല്ലാ വ്യക്തികൾക്കും എന്താണ്? ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വുമൻ. എന്താണ്? ഒരേ ജോലിക്ക് ഒരേ വേതനം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൊടുക്കുന്നുണ്ട്. ഈ തന്നിരിക്കുന്നതിൽ 3 കാര്യങ്ങളും ഏതിൽ നിന്ന് എടുത്തതാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ എലമെൻറ്റ്സ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരം എന്താണ്? ഓൾ ആണ്. ആൻസർ D ആണ്. ഓക്കെ, ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇനി മിസ്മാച്ച് ആയിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 40 ദ ഫോർമേഷൻ ഓഫ് വില്ലേജ് ആൻഡ് പഞ്ചായത്ത് ശരിയായ ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡാണ്, ശരിയാണ്. ആർട്ടിക്കിൾ 41 ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അനിമൽ ഹസ്ബൻഡറി, ഇത് തെറ്റാണ്. കാരണം എന്താണ്? ആർട്ടിക്കിൾ 41 എന്താണ് പറയുന്നത്? റൈറ്റ് ടു വർക്ക്, ടു എഡ്യൂക്കേഷൻ ആൻഡ് ടു പബ്ലിക് അസിസ്റ്റൻസ് ഇൻ സർട്ടൻ കേസസ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 41. അപ്പോൾ ആർട്ടിക്കിൾ 41 എന്താണ്? തെറ്റാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 39 ഗുഡ് ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എഡ്യൂക്കേഷൻ, അതും എന്താണ്? ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? C ആണ് ഇതിൻ്റെ ഉത്തരം. ആർട്ടിക്കിൾ 41 ആണ് എന്ത്? തെറ്റായത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആർ എക്സ്പ്ലെയിൻഡ് ഇൻ ദ ആർട്ടിക്കിൾസ് ഫ്രം 36 to 51, ഫ്രം 12 to 35, ഫ്രം 5 to 11, നൺ ഓഫ് ദ എബവ്. ഇത് കറക്റ്റായ ഉത്തരം ഏതാണ്? A ആണ്. കാരണം എന്താണ്? 36 മുതൽ 51 വരെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ കുറിച്ച് പറയുന്നത്. 12 മുതൽ 35 വരെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചും 5 മുതൽ 11 വരെ സിറ്റിസൺഷിപ്പിനെ കുറിച്ചും ആണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? ഉത്തരം A ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി? ദേ ആർ നോട്ട് മോറൽ ആൻഡ് പൊളിറ്റിക്കൽ, ദേ ആർ നാച്ചുറലി സോഷ്യലിസ്റ്റ്, these are automatically applied to state,
they can be legally enforced by the court. ഇതിൻ്റെ ഉത്തരം എന്താണ്? ബി ആണ്. എന്താണ്? ഒരു സോഷ്യലിസ്റ്റ് നാച്ചറാണ് എന്തിനുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിക്കുള്ളത് എന്ന് പറഞ്ഞ് ഒരു വിപ്ലവം ഉണ്ടാക്കുന്ന സ്വഭാവം, സോഷ്യലിസ്റ്റിൻ്റെ ഒരു വിപ്ലവം ഉണ്ടാക്കുന്ന സ്വഭാവം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സോഷ്യലിസം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോഷ്യലിസം തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട് അല്ലേ. അതിലൊരു ഫാബിയൻ സോഷ്യലിസം എന്ന് വേണമെങ്കിൽ ഇന്ത്യൻ DPSP നമുക്ക് പറയാം. എന്താണ് ഫാബിയൻ സോഷ്യലിസം? അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? ആൻസർ ബി ആണ്, നാച്ചുറലി സോഷ്യലിസ്റ്റ്. അപ്പോൾ DPSP എന്ന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയ ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇങ്ങനെ നമ്മുടെ ചാനൽ വഴി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ മുമ്പ് ചോദിച്ച SSC RRBക്ക് ചോദിച്ച ഓരോ ക്വസ്റ്റ്യൻസും നമ്മളിങ്ങനെ പാട്ടായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും വീഡിയോ കാണും. ഈ MCQs എന്ന് പറയുന്നത് എന്താണ്, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ വാട്സാപ്പിൻ്റെ ലിങ്കും ടെലിഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.